ഇടുക്കിയിൽ റാപ്പ് പരിപാടിക്കിടെ പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെ സമാപന ദിനത്തിലെ വേദിയിലാണ് വേടൻ ഹിറ്റ് ഗാനങ്ങളുമായി നിറഞ്ഞത്. കൊടുങ്കാറ്റു കണക്കെ 10,000-ഓളം പ്രേക്ഷകർക്കിടയിലൂടെയാണ് വേടൻ ഇടുക്കിയിലെ വേദിയിലേക്ക് എത്തിയത്. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി വേടൻ വേദിയിൽ, അതും സർക്കാരിന്റെ ഔദ്യോഗിക വേദിയിൽ. ചേർത്തുപിടിച്ച പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ച് വേടൻ തുടങ്ങി. എഴുതിവെച്ച വാക്കുകൾക്ക് തീ പടരുന്ന സംഗീതം പകർന്ന് സദസ്സിനെ ഇളക്കിമറിച്ചു. ഇടയ്ക്ക് യുവതലമുറയോടുള്ള ഏറ്റുപറച്ചിലും വേദിയൊരുക്കിയ സർക്കാരിന് നന്ദിയും അറിയിച്ചു. എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടൻ്റെ കുറേ ദൂശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 28-നാണ് വേടന്റെ റാപ്പ് സർക്കാർ വാർഷിക പരിപാടിയിൽ നിശ്ചയിച്ചിരുന്നതെങ്കിലും വിവാദങ്ങൾ ഉയർന്നതോടെ സർക്കാർ പരിപാടി ഒഴിവാക്കുകയായിരുന്നു. നേരത്തെ നടന്ന സമാപന സമ്മേളനത്തിലും മന്ത്രിമാരായ KN ബാലഗോപാലും റോഷി അഗസ്റ്റിനും വേടനുള്ള പിന്തുണ അറിയിച്ചു. അധിഷ്ഠിത വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നവോത്ഥാന നായകന്മാരുടെയും മുൻകാല ചരിത്രങ്ങളെയും അനുഭവങ്ങളെയും ആധുനിക കാലഘട്ടത്തിന്റെ കലാസൃഷ്ടിക്കനുസരിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന വേടൻ ഇവിടെ പാടേണ്ടത് അനിവാര്യമാണ്. കൊച്ചുകുട്ടികളടക്കമുള്ള എല്ലാവരെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ. അങ്ങനെ ഒരു മനോഭാവമുള്ള ഗവൺമെൻറ് ആയിരുന്നില്ലെങ്കിൽ കിരൺദാസ് എന്ന വേടൻ എന്ന പരിപാടി നടത്തുന്ന ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമായിരുന്നില്ല. വാഴത്തോപ്പ് സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ 8,000-ഓളം പ്രേക്ഷകരെ സദസ്സിലും 2,000-ഓളം ആളുകളെ LED വോൾ ഒരുക്കി പുറത്തും വേടന്റെ റാപ്പ് ആസ്വദിച്ചു. 200 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയത്. ഒരു മണിക്കൂർ പരിപാടിക്ക് ശേഷം ഇടുക്കിയിലെ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് വേടൻ വേദി വിട്ടു. എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട്. ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ. അടുത്ത പ്രാവശ്യം കാണാൻ പറ്റില്ല. പോയിട്ട് വരാം. ന്യൂസ് മലയാളം, ഇടുക്കി.